ഇടി 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 ആ ഇടിയൊക്കെ ഒരു രസമുണ്ട്. സാധാരണ ഒരു ഇടിപ്പടങ്ങൾ പോലില്ല, ഓരോ പഞ്ച് പോലും എന്ത് രസം തിയേറ്ററിൽ കണ്ടിരിക്കാനായിട്ട്. ഇടിമുഴക്കം, ജോസേട്ടായുടെ ഇടിമുഴക്കം പൂരപ്പറമ്പൽ ആണ്ട് നേർച്ചാക്കി തരുന്ന പടം, ഒരു ടിപ്പിക്കൽ വൈശാഖ പടം. മമ്മൂട്ടി തകർത്തുകളഞ്ഞ് ഇങ്ങനെ അഭിനയിക്കുമെന്ന് നമ്മളെ ചിന്തിക്കുന്നില്ല ഈ വയസ്സാക്കാരെന്ന്. ലോജിക്ക് നോക്കുന്നവരും കഥ നോക്കുന്നവരും വന്നു കഴിഞ്ഞാൽ പരിപൂർണ്ണ നിരാശയായിരിക്കും ടർബോ കണ്ടാൽ വരുന്നത്. പറയാനില്ലല്ലോ. ഈ പടം കാണാൻ ആൾക്കാർ വെള്ളപ്പൊക്കം കൂടിക്കഴിഞ്ഞാലും ആൾക്കാർ വഞ്ചി തൊഴിഞ്ഞ് ഈ പടം കാണും. അമ്മാതിരി അമിട്ട് പടം. ഒരു ടിപ്പിക്കൽ വൈശാഖ പടം, വേറെ അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. രാജാതിരാജയും മധുരാജയെ കണ്ടവർക്ക് എന്നാലും വളരെ ഇഷ്ടപ്പെടും. പിന്നെ അവസാനത്തെ മമ്മൂട്ടി ആക്ഷൻ മമ്മൂട്ടി തകർത്തിട്ടുണ്ട്. രാജ്വി ഷെട്ടി, സുല്ല്, അവർ രണ്ട് അവരുടെ റോള് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുല്ല് എനിക്ക് കുറേ കൂടി ഇഷ്ടപ്പെട്ടു. സുല്ലിയുടെ ഒരു കോമഡി ടച്ച് ഉണ്ട്, അതിനകത്ത് ഇറക്കിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട് സുല്ല്. നമ്മുടെ ഉദയകൃഷ്ണയുടെ ഒക്കെ സെയിം ഒരു സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് സ്റ്റൈൽ ആ സ്റ്റൈലിൽ തന്നെ പോയി കേട്ടോ. നല്ല മൂവിയായിരുന്നു. ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനൊരു ആക്ഷൻ മൂവി മമ്മൂക്കയുടെ കാണുന്നത്. ഇൻ്റർവെല്ലിന് ശേഷമാണ് എനിക്ക് ഒരു അടുത്തിരിക്കുന്ന ഒരാളെ കൂടി ഒന്ന് കുത്താനുള്ള ഒരു ടെൻഡൻസി വന്നു. ഇടിമുഴക്കം, ജോസേട്ടായുടെ ഇടിമുഴക്കം. മമ്മൂട്ടി മുമ്പ് ചോദിച്ചു നിങ്ങൾക്ക് അടിയാണോ വേണ്ടത്, എന്നാൽ അടി തരാം എന്ന് പറഞ്ഞിട്ട് അടി തന്ന ഒരു സിനിമയാണ്. ആ പറഞ്ഞ അടി നമ്മൾ കണ്ടത് അവസാനത്തെ 15-20 മിനിറ്റാണ്. കാരണം അവസാനം 15-20 മിനിറ്റിലേക്കുള്ള ബിൽഡപ്പാണ് ഹോൾ മൂവി വന്നത്. പിന്നെ ആക്ഷൻ മൂവീസിൽ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ലോജിക്ക് നോക്കി പോയാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. ടർബോയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. ആ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ ശ്രമിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങിയത്. സെക്കൻഡ് ഹാഫിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ എത്തുന്ന മുതൽ ചേസിങ് ആയിട്ടും ആക്ഷനായിട്ടും വളരെ പേസി ആയിട്ട് മൂവി മുന്നോട്ട് പോയി. അവസാനത്തെ 20 മിനിറ്റ് നമ്മൾ എന്ത് ഡൂപ്പ് ഉപയോഗിച്ചാലും റോപ്പ് ഉപയോഗിച്ചാലും നമ്മുടെ ബോഡി തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത എഫേർട്ടിന് ഹൈറ്റ്സ് ഓഫ്. നമ്മൾ ആ വേർത്താണ് രാവിലെ ആ മഴയും കൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ ആ സെക്കൻഡ് ഹാഫിൽ 72 വയസ്സാന്നില്ലേ, ഒരിക്കലും തോന്നില്ല. അടിപൊളി, ഒന്നും പറയാനില്ല. വില്ലനായിരുന്നു സത്യം പറഞ്ഞ മമ്മൂട്ടിനേക്കാളും കുറച്ചും കൂടി വന്ന. ലാസ്റ്റ് മമ്മൂട്ടി സ്കോർ ചെയ്തെങ്കിലും വില്ലന്റെ ആ ഒരു ഇത് കാരണം നമുക്ക് ആ ഒരു സിനിമ ഇത്ര എൻഗേജിങ് ആയിട്ട് തോന്നിയത്. അല്ലെങ്കിൽ അത്ര നമുക്ക് തോന്നില്ലായിരുന്നു. നല്ല പവറായിരുന്നില്ല. ടർബോ മമ്മൂക്ക ഒന്നും പറയില്ല, തകർത്തു സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒന്നും പറയല്ല, എന്നെ മമ്മൂക്ക നിങ്ങൾക്ക് എന്ത് ഭാവിച്ച ഒന്നും പറയല്ല. അടിപൊളി പടം. ഇത് ഭയങ്കര ഇതൊന്നും പെട്ടെന്ന് 100 കോടി ഒരാഴ്ച തന്നെ പോകും. എന്താ പെർഫോമൻസ്, പൊടിപൂരം ലോഡിങ്, എല്ലാ സ്ഥലവും അടിപൊളി. അങ്ങനെ തോന്നിയില്ല, ലാഗ് അങ്ങനെ ഫീൽ ചെയ്തില്ല എനിക്ക്. നന്നായിട്ടുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ പടം അടിപൊളിയായിരുന്നു, നല്ല മാസം പടം. എന്തായാലും മമ്മൂട്ടി തകർത്തിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. ആ വിധത്തിലായിട്ട് ഈ പടത്തുനിന്ന് ഇങ്ങനത്തെ പെർഫോമൻസ് കണ്ടില്ല. കമ്പയർ ചെയ്യാൻ വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നല്ല എല്ലാം കൊണ്ടും നല്ല ഡിസ്റ്റ്, നല്ല രസമുണ്ട് പടം. ഇത് വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ്. കാരണം ഇതെന്തായാലും ആൾക്കാർ ഏറ്റെടുക്കും. എടുത്തു വരേണ്ട റോളാണ് ബിന്ദു പണിക്കർ. റോഷാക്കിന് ശേഷം ബിന്ദു പണിക്കർ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ കാർക്കശ്യക്കാരി, അതേപോലെ തന്നെ തമാശകൾ പറയുന്ന ഒരു അമ്മയായിട്ട് ബിന്ദു പണിക്കർ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി മലയാളത്തിലേക്ക് വന്നതും ആ ഒരു വില്ലൻ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവാൻ, ഒരു അൺബീറ്റബിൾ വില്ലൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ട്. ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ആക്ഷൻ സിനിമയിൽ ഒരു ചേഞ്ച്, ഒരു ട്രെൻഡ് സെറ്റർ കൊണ്ടുവന്ന രീതിയിലുള്ള ഒരു സിനിമയല്ല ടർബോ. അടിപൊളി, നല്ല സിനിമയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് വരുന്നു. സൂപ്പറായിരുന്നു. എല്ലാ വില്ലനും ഹീറോ എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം സ്റ്റാർട്ടിങ് മുതലേ അടിപൊളിയാണ്. ആദ്യം കുറച്ച് സ്ലോ പേസ് ആയിരുന്നു, പക്ഷെ ബാക്കി സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പൊളിച്ചു. மம்முக்கா வைசாக் சார் சேர்ந்துட்டா பாரு எப்படியா நல்லா இருக்கும். நான் மலையாளம் கேட்டோ தமிழ் வருமானு பாரு പറഞ്ഞു വരുമ്പോൾ தமிழ் വരുന്ന വലിയ സൂപ്പറാக இருக்கு. ஒன்றுமே கலையிட தேவையில்ல. வைசாக் ஃபைட்டா தீன்ஸு வைசாக் சார் ஒல்ல ஃபுல்லாக ஃபைட்டு மஸ்ட் അടിപൊളി ഫൈറ്റ്. കാശിമുള്ള ഫുള്ളല്ല, ഒന്നുമേ കളയേണ്ട കാര്യമില്ല. ഈ വർഷത്തെ മമ്മുക്ക നല്ല രസമുണ്ട്, ഫൈറ്റൊക്കെ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറയാനില്ലല്ലോ. ആവേശ സിനിമ കണ്ടിട്ട് നമ്മൾ എല്ലാവരും കണ്ടാകുമ്പോൾ പറയില്ല എടാ മോനെ ഈ പടം കണ്ടിട്ട് എല്ലാവരും പറയും അടിയടം മോനെ കിട്ടിക്കാച്ചി സാധനം. മമ്മൂട്ടി കമ്പനിയുടെ ഒരു ബ്രൂസിലി പടം അങ്ങനെ തന്നെ പറയാം. ഫൈറ്റ് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ അടിച്ചു പൊളിച്ച് കീറിയ സാധനം.
എന്തായാലും ഈ പടം കാണാൻ ആൾക്കാർ ഇനി വെള്ളപ്പൊക്കം കൂടിക്കഴിഞ്ഞാലും ആൾക്കാർ വഞ്ചി തുഴഞ്ഞ് ഈ പടം കാണും. അമ്മാതിരി അമിട്ട് പടം പൂരപ്പറമ്പല്ല ആണ്ട് തീർച്ചയാക്കി തരുന്ന ഈ പടം. ദൂരല്ല അതിന്റെ മുകളിൽ പോകും. എന്തായാലും ഇത് പിന്നെ അത്യാവശ്യം നല്ല കൺട്രിയിൽ പടം ഇറക്കുന്നുണ്ടല്ലോ. അറൗണ്ട് 65 രാജ്യങ്ങളിൽ 55 ആൾ ഈ പടം ഇറക്കുന്നുണ്ട്. നല്ല പോക്കും. എന്തായാലും അടിയട മോനെ തന്നെ ഈ കൊച്ചൊന്നേ പറയുള്ളൂ. അടിയട മോനെ മമ്മൂട്ടി തകർത്ത് കളഞ്ഞ് ഇങ്ങനെ അഭിനയിക്കുമെന്ന് നമ്മളെ ചിന്തിക്കുന്നില്ല ഈ വയസ്സാകാരെന്ന്. You won't tell he's 73 years old. He's like probably like 25 or something. It's amazing. ട്വിസ്റ്റ് സീൻ അത് കാണും. ഞാൻ പറയില്ല, അത് കാണും.